ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം. ഞാൻ ഡോക്ടർ ആൻസർ മാത്യു, തിരൂർ മിഷൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ്. എന്താണ് ഓവുലേഷൻ? ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവമായ ഓവറിയിൽ നിന്ന് ഓരോ മാസവും മാറി മാറി ഓരോ മുട്ട വിരിയുന്നതിനാണ് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം എന്ന് പറയുന്നത്. ആർത്തവ ചക്രത്തിൻ്റെ അഥവാ പീരീഡിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണമായി 28 ഡേ സൈക്കിളുള്ള ഒരാൾക്ക് 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓവത്തിന് 12 to 24 മണിക്കൂർ മാത്രമേ ആയുസുള്ളൂ. അതുകൊണ്ട് ഓവുലേഷൻ്റെ സമയം കൃത്യമായി അറിയുന്നത് ഗർഭം പ്ലാൻ ചെയ്യുന്നതിന് സഹായിക്കും. കാരണം ഈ സമയത്താണ് ഗർഭധാരണം നടക്കുവാൻ ഏറ്റവും പറ്റിയ സമയം. എങ്ങനെയാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്? ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുന്ന ബ്രെയിൻ തന്നെയാണ് ഓവുലേഷനെ നിയന്ത്രിക്കുന്നത്. ഓവുലേഷൻ നടക്കാനായിട്ട് LH ഹോർമോൺ അഥവാ ലൂട്ടനൈസ് ഹോർമോൺ എന്നൊരു ഹോർമോണിനെ ബ്രെയിന് ഓവറിയിലേക്ക് പറഞ്ഞു വിടുന്നു. ഈ ഹോർമോണിൻ്റെ അളവ് മാക്സിമം രക്തത്തിൽ കാണുന്നത് ഓവുലേഷന് 24 മണിക്കൂർ മുൻപാണ്. ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഓവുലേഷൻ എന്നാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആദ്യപടി നിങ്ങളുടെ സൈക്കിൾ ലെന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു മാസക്കുളിയുടെ 1ാമത്തെ ദിവസം തൊട്ട് അടുത്ത മാസക്കുളിയുടെ 1ാമത്തെ ദിവസം വരെയാണ് സൈക്കിൾ ലെന്ത് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഈ മാസം കഴിഞ്ഞ മാസം 5ാം തീയതി മാസക്കുളി ആയയാൾക്ക് ഈ മാസം 2ാം തീയതി മാസക്കുളി ആയെങ്കിൽ ഒരു 28 ഡേ സൈക്കിളാണ്. നേരെ മറിച്ച് 3ാം തീയതി ആണെങ്കിൽ 29 ഡേ സൈക്കിളാണ്. 4ാം തീയതി ആണെങ്കിൽ 30 ഡേ സൈക്കിളാണ്. നിങ്ങൾക്ക് മാസക്കുളി ഇറഗുലറായിട്ടാണ് വരുന്നതെങ്കിൽ 3 മാസക്കുളിയുടെ ലെന്ത് നോക്കിയിട്ട് ആവറേജ് കണ്ടുപിടിക്കാം. അങ്ങനെ മാസക്കുളിയുടെ ലെന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 17 ദിവസം കുറച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ഓവുലേഷൻ ഡിറ്റക്റ്റിംഗ് കിറ്റുകളാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഏകദേശം 5 എണ്ണം ഉണ്ടാകും. 28 ഡേ സൈക്കിൾ ആണെങ്കിൽ അതിൽ നിന്ന് 17 ദിവസം കുറച്ചാൽ 11ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള മൂത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 12 മണിക്കും 2 മണിക്കും ഇടയ്ക്കുള്ള മൂത്രം എടുക്കുക. ഇത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. മൂത്രം ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക. 2-3 ഡ്രോപ്പ് മൂത്രം ഒഴിക്കുക. 5 to 10 മിനിറ്റിനുള്ളിൽ ഇത് റീഡ് ചെയ്യേണ്ടതാണ്. 11ാമത്തെ ദിവസവും 12ാമത്തെ ദിവസം 13ാമത്തെ ദിവസം 14ാമത്തെ ദിവസം 15ാമത്തെ ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് 5 ദിവസം ഈ ടെസ്റ്റ് ചെയ്യണം. 2 വരെയും ഒരുപോലെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, കൺട്രോൾ വരെയും ടെസ്റ്റ് വരെയും ഒരുപോലെ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞാൽ ഉടനെ ഓവുലേഷൻ നടക്കും എന്നാണ് അർത്ഥം. ഈ 24 മണിക്കൂറിൽ നിങ്ങൾ ഓവുലേഷൻ്റെ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും ഡിസ്ചാർജ് വല്ലാതെ കൂടും. ഓവുലേഷൻ്റെ സമയത്ത് ഒരു മുട്ടയുടെ വെള്ള പോലൊരു വൈറ്റ് ഡിസ്ചാർജാണ് സാധാരണ കാണുന്നത്. വയറിൻ്റെ ഒരു സൈഡിലായിട്ട് വേദന വരും. ചുരുക്കം ചില ആളുകൾക്ക് സ്പോട്ടിങ് കാണാറുണ്ട്. ബ്രസ്റ്റിലൊക്കെ വേദന വരാറുണ്ട്. ബേസൽ ബോഡി ടെമ്പറേച്ചർ എഴുന്നേറ്റാൽ ഉടനെയുള്ള ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 0.5 ഡിഗ്രി കൂടുതലായിരിക്കും. ഒരു സ്ത്രീക്ക് ലൈംഗികമായി ബന്ധപ്പെടുവാൻ ഏറ്റവും താല്പര്യമുള്ള സമയമാണിത്. ഇങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവുലേഷനാണ്. ഓവുലേഷൻ ആണെങ്കിൽ വേറൊരു മാർഗം അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഇതേപോലെ തന്നെ 11ാമത്തെ ദിവസം 12ാമത്തെ ദിവസം 13ാമത്തെ ദിവസം 14ാമത്തെ ദിവസം അങ്ങനെ സീരിയലായിട്ട് ഫോളിക്കിളിൻ്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യും. ഫോളിക്കിളിൻ്റെ സൈസ് ഏകദേശം 18 to 22 മില്ലിമീറ്റർ ആയിക്കഴിഞ്ഞാൽ എന്ന് വേണമെങ്കിലും ഓവുലേഷൻ നടക്കാം. സാധാരണഗതിയിൽ LH ഹോർമോണിൻ്റെ അളവാണല്ലോ നമ്മൾ LH സർജ് അല്ലെങ്കിൽ LH ഹോർമോണ് ഓവുലേഷൻ 24 മണിക്കൂർ മുമ്പ് ബ്ലഡിൽ ഏറ്റവും കൂടും. സാധാരണ ഇൻഫെർട്ടിലിറ്റി ഒക്കെ പരിശോധന നടത്തുന്നവർ LH ഹോർമോണ് ഇഞ്ചെക്ട് ചെയ്ത് ഓവുലേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇതെല്ലാം ഓവുലേഷൻ ലക്ഷണങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.